അന്വേഷണ ഏജൻസി മാറിയാൽ കുടുങ്ങുന്നവരുടെ എണ്ണം കൂടുമെന്ന് ഭയമുണ്ടെന്ന് മാണിക്കെതിരെ കോഴ ആരോപണം ഉന്നയിച്ച് ബിജു രമേശ് പറഞ്ഞു. ഇടതു നേതാക്കൾ മാണിയുടെ രാജി ആവശ്യത്തിൽ ഉറച്ചുനിന്നപ്പോൾ UDF നേതാക്കൾ രാജി ആവശ്യം തള്ളി. മറ്റന്വേഷണ ഏജൻസികൾ വന്നാൽ കൂടുതൽ ആളുകൾ കുടുങ്ങുമെന്ന ഭയമുണ്ടെന്ന് ബിജു രമേശ് പ്രതികരിച്ചു. ഹൈക്കോടതി CBIയോ മറ്റ് ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണെങ്കിൽ ശ്രീ KM മാണി അല്ലാതെ മറ്റ് പലരും ഈ കേസിൽ കുടുങ്ങിപ്പോകും എന്നുള്ള വസ്തുതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. VM സുധീരൻ തീരുമാനമെടുക്കണമെന്നായിരുന്നു പന്ന്യൻ രവീന്ദ്രന്റെ പ്രതികരണം. KPCC പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തമായ തീരുമാനമെടുക്കുമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മാണി രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് കേസിലെ ഹർജിക്കാരൻ കൂടിയായ VS സുനിൽകുമാർ MLA ആവശ്യപ്പെട്ടു. അത് രാജിവെച്ചാൽ ഇതിന്റെ പല തെളിവുകളും പുറത്തുകൊണ്ടുവരും. KM മാണി രാജിവെക്കണമെന്ന ആവശ്യം ന്യായമല്ലെന്ന് PC ജോർജ് വ്യക്തമാക്കി. ഒരു FIR എടുത്താൽ ഉടനെ മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് ന്യായമല്ല, സാധാരണ നടപടിക്രമം മാത്രമെന്ന് ആന്റണി രാജു വിശദീകരിച്ചു. അന്വേഷണം ആരംഭിക്കുന്നതിനുള്ള ആദ്യ നടപടി എന്ന നിലയ്ക്കാണ് ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്വേഷണത്തിലൂടെ മാണി സാറിനെതിരെയുള്ള ആരോപണത്തിൽ അദ്ദേഹം കുറ്റാരോപിതനായാൽ ചാർജ് ഷീറ്റ് കൊടുക്കും. മാണി രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് KP മജീദും വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ മാണി കുറ്റക്കാരനാണ് എന്ന ബോധ്യം മുസ്ലിം ലീഗ് പാർട്ടിക്കില്ല. ഇത് ഒരു FIR ആണ്. അന്വേഷണം നടക്കട്ടെ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.